ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ വയ്ക്കാം. അത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നും എന്തുവാണെന്നും ഒക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇതാണ് നമ്മളുടെ മൽബറി. മൽബറി എന്ന് പറയുന്നത് നമ്മുടെ മൽബറിക്കൊക്കെ കിട്ടത്തില്ലയോ? അത് ഒത്തിരി വലുതായപ്പോൾ അത് വെട്ടിക്കളഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആ മേളത്തെ കിളുന്നില എടുത്തിട്ട് അത് തണ്ടോടുകൂടി ഇങ്ങനെ ഒടിച്ചെടുക്കണം. എന്നിട്ട് ആവശ്യമുള്ളതിൻ്റെ അത്ര എടുക്കുക. എന്നിട്ട് നമ്മളതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കുറച്ച് നല്ല ഇങ്ങനെ കൊത്തിയൊക്കെ അരിഞ്ഞ് ഒരു പിടി മതി, കുറച്ചേറെ തോരൻ കാണും. അപ്പോൾ ഇത് നല്ല നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ പട്ടുനൂൽപ്പുഴു ഒക്കെ പട്ടുനൂലുണ്ടാക്കുന്ന പ്ലാന്റ് അല്ലയോ? അപ്പോൾ അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ പട്ടുപോലാവും. അപ്പോൾ അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ മെയിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി, കാന്താരി, ജീരകം, വെളുത്തുള്ളി. ഇതിന് പച്ചമുളകിനെക്കാട്ടിലും നല്ലത് കാന്താരി അരയ്ക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണ്ട, ചതച്ചുകൊണ്ട് വരണം. എന്നിട്ട് നമ്മൾ വന്ന് ചീനിച്ചട്ടിയൊക്കെ വെച്ച് കുറച്ച് തീയൊക്കെ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടുന്നുടനെ നമ്മുടെ കറിവേപ്പില, നമ്മുടെ സ്വന്തം കറിവേപ്പില എടുത്ത് അതിനകത്ത് കുറച്ച് ഇടുക. എന്നിട്ട് കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടട്ടെ. എന്നിട്ട് കറിവേപ്പില ഇട്ട് അതൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പം നമുക്ക് അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഇതിന് ചേർക്കേണ്ട എല്ലാം കൂടെ നമ്മൾ ചതച്ച് വാരി വെച്ചേക്കുന്നില്ലയോ, അത് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. മൽബറി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്ങാനും പോയി കുറച്ച് പറിച്ചുകൊണ്ട് വന്ന് ചെയ്യണം. ഇത്രയും ടേസ്റ്റുള്ള ഒരു തോരൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമ്മുടെ ചീരയെക്കാട്ടിലും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് ഒന്ന് കഴിച്ച് നോക്കണം എല്ലാവരും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നൊരു കമ്പ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കിളിപ്പിച്ച് എടുക്കണം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മൽബറിക്ക തിന്നാനും ഒക്കെ പറ്റുമല്ലോ. നല്ലതാണ് അതെല്ലാം കഴിക്കുന്നത്. അപ്പോൾ അത് അരപ്പ് നമ്മളിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് അരപ്പിനകത്ത് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മളതൊന്ന് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ അത് നല്ല ചൂടായി. ഇനി ഇത് നമ്മുടെ ചീരയൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വേവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം പിന്നെ ചീര എടുത്ത് നമ്മുടെ മൽബറിയുടെ ഇല എടുത്ത് അതിനകത്തോട്ട് വെച്ച് നല്ലതായിട്ട് പിന്നെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ട് പിന്നെ വേവ് കുറച്ചധികം ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. അത് ഇപ്പോഴല്ല, അത് നല്ലതായിട്ട് ഇളക്കട്ടെ. ഇളക്കിയിട്ട് പിന്നെ ഇത് എന്നിട്ട് എല്ലാവരും കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ വി എസിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള തോരനായിരുന്നു. ഇത് ഷുഗർ മാറാനും പ്രഷർ കുറയാനും ഒക്കെ നല്ലതാണ്. ഏറ്റവും നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു ലീഫാണിത്. നമ്മളായിട്ട് ഇത് വെച്ച് കഴിക്കേണ്ട ഒരു ലീഫാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ അതെല്ലാം ഒന്നെങ്കിൽ അരപ്പൊക്കെ ഇട്ട് ലീഫൊക്കെ ഇട്ട് എല്ലാം വെച്ചിട്ട് എല്ലാം പൊത്തിയൊക്കെ ഒന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഇച്ചിരി ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം. ഇച്ചിരി വേവ് കൂടുതലുണ്ട് ഇതിന്. എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാതൊക്കെ അല്ലേ ഇത് നമ്മൾ നിർത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഫിലൊന്നും അധികം വെള്ളം കാണത്തില്ല. ചീരയൊക്കെ ആകുമ്പോൾ നമ്മൾ ദിവസം വെള്ളം ഒഴിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ഒഴിക്കണം. എന്നിട്ട് അതൊന്ന് അടച്ചൊക്കെ വെച്ച് വെള്ളമെല്ലാം ഒന്ന് പറ്റുന്നിടം വരെ നമ്മളിങ്ങനെ പിന്നെ അടച്ച് വെച്ചേക്കുക. അപ്പം നല്ലതായിട്ടത് വേകും. എന്തായാലും ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ ഇതൊന്ന് എടുത്തുകൊണ്ട് വന്ന്
ഒന്ന് തോരനൊക്കെ വെച്ച് കഴിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യവും ഗുണവും സൗന്ദര്യവും എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇപ്പം വെള്ളമെല്ലാം പറ്റിയല്ലോ, വെള്ളമെല്ലാം പറ്റി ഒന്നും കൂടെ ഒന്ന് പൊത്തിയൊക്കെ വെച്ച് അതിൻ്റെ കുറച്ചൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കണം. അപ്പം അത് ഇപ്പം എല്ലാം മൊത്തത്തിൽ നല്ല വെള്ളം പറ്റി നല്ല കുറച്ച് ഡ്രൈ ആക്കിയൊക്കെ എടുത്ത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.